അപ്പോൾ നാളെ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ അര ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഗരം മസാല, ഒരു ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഒരു അര ടീസ്പൂൺ ചുർക്ക, ഇത് മൂന്നും ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നാളേക്കാണ് നമുക്ക് വറക്കാനുള്ളതാണ്. നാളെ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ അര ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, പിന്നെ ഗരം മസാല, ഒരു ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഒരു അര ടീസ്പൂൺ ചുർക്ക, ഇത് മൂന്നും ഇട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നാളേക്കാണ് നമുക്ക് വറക്കാനുള്ളതാണ്. അപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്തായിരുന്നു കേട്ടോ, അര സ്പൂണ്. അങ്ങനെ മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് നാളേക്ക് എടുത്തേക്കാം. അപ്പോൾ നാളെ വറുത്തിട്ടിട്ട് വേണം ദമ്മുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വശമായിട്ട് നമുക്കത് മറിച്ചിടാം. ഒരു 90% വേണ്ടു. കാരണം ഇത് നമ്മൾ ദമ്മിടാനുള്ളതാണ്. പിന്നെ കറിയാക്കുമ്പോഴും ഒക്കെ നമ്മളിത് വേവാനുള്ളതാണ്. അപ്പോൾ ഒരു ഇതാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ പീസുകളും വറുത്തെടുക്കാൻ നോക്കും. വറുത്ത് പോരാ. ഞാൻ ഇതിലിപ്പോൾ സബോള അങ്ങോട്ട് ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഞാൻ കോഴി വറുത്ത് കോരിയതാണ്. എന്താ ദം ബിരിയാണിയിലേക്ക് വറുത്ത് കോരിയതാണിത്. വറുത്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും പേസ്റ്റ് ഞാൻ ഇതിലിട്ടിട്ട് വാട്ടിയെടുക്കുകയാണ്. പിന്നെ സബോള എന്ന് പറയുന്നത് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇടാം നമുക്ക്. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേപ്പില ഇടാം. ഒന്ന് അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ ഞാൻ വേപ്പില ഇട്ടിട്ടുണ്ട്. വേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പൊടികളൊക്കെ ചേർക്കണം. അതിന് മുന്നേ തക്കാളി ഇടണം. തക്കാളി ഒന്ന് വഴഞ്ഞ് വരട്ടെ. തക്കാളി ഒരു വിധം വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വറക്കാൻ വെച്ചപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടതാണ്. പക്ഷേ ഈ കറിയുടെ ഇതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടു ഞാൻ. പിന്നെ നമ്മൾ പൊടികൾ എടുത്ത് വെച്ചത് അര ടീസ്പൂണ് കാശ്മീരി പൗഡറും 1 ടീസ്പൂണ് മുളക് പൊടിയാണ്, മല്ലിപ്പൊടിയാണ്. പിന്നെ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പെരുംജീരകം, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമ്മൾ ഇതിലൊന്നിട്ടിട്ട് അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെറുതെ ഇളക്കിയിട്ട് അതല്ലാതെ ഒന്ന് എല്ലാവർക്കും ആവണ പോലെ
നമുക്ക് ഇതൊന്നായതിന് ശേഷം നമുക്ക് മുരിച്ച് വെച്ച സബോള ഇട്ടാൽ മതി. ഇത് നന്നായി ഇവിടുന്ന് വേവട്ടെ. വെന്തപ്പെട്ടുണ്ട്. കൂടിയത് അടച്ചിരിക്കും. ആ സമയത്ത് വെള്ളമായിട്ടുണ്ട്. നമ്മൾ അരി ഇടാൻ വേണ്ടി വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ പാകത്തിന് വെള്ളം വെച്ചിട്ട് ഉപ്പിട്ടതാണ് ഞാനതിൽ. ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. പിന്നെ ഇതിലിപ്പോൾ ഏലക്കായ, തക്കോലം, കറുവപ്പട്ട, ജാതിപത്രി, ഏലക്കായ, കരയാമ്പൂവ് ഒക്കെ ഉണ്ട്. പട്ട ഇട്ടിട്ട് വെള്ളത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച അരിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആ വറുത്ത് വെച്ച സബോള പിന്നെ പുതിന മല്ലിയിലേക്ക് ഇട്ടു. ഇതാണ് നന്നായി ഇളക്കുക. ബെസ്റ്റ് കറിയാണ് ഇത്. നമുക്കിനി ദമ്മിടാനുള്ളതാണ്. നല്ല വലിയ കുറുമ കുറച്ചുണ്ടാവുള്ളൂ, ചാറൊന്നും ഉണ്ടാവില്ല. നമുക്ക് ദമ്മിടാം അരിയായി വരുമ്പോൾ. ഞാൻ ദമ്മിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു പ്രാവശ്യം ഞാൻ ഇട്ടാണ്. പിന്നെ ഇതിലേക്ക് സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ പുതിന മല്ലിയില, രണ്ട് കീറിയ പച്ചമുളക് ഇതിട്ടിട്ട് നമുക്ക് ദമ്മുണ്ടാക്കാൻ ചെറിയ തീയിൽ. പിന്നെ എന്നിട്ട് നമുക്ക് ഇളക്കി വെക്കണം. ശരി, നമ്മുടെ ദം ബിരിയാണി ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദം ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നന്നായി ഒക്കെയുള്ള ദം ബിരിയാണിയാണ്.